പുഷ്പ കൂലിയൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇത് തന്നെ പറ്റും. നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതായിട്ട് പൈസ കൊടുത്ത പൈസക്ക് ഇന്റർവെൽ ബ്ലോക്കും മാരകം ചെയ്യാനുള്ള ലെവലൊന്നും ആയില്ല. നന്നായിട്ട് തന്നെ ഓക്കെ എന്ന രീതിയിൽ പവൻകല്യാൺ നന്നായിട്ട് ചെയ്തു. പിന്നെ അടിപൊളി പടം, നൈസായിരുന്നു. കൊടുത്ത പൈസക്ക് വർത്തായിരുന്നു. പൈസ കൊടുത്ത പൈസക്ക് ഇന്റർവെൽ ബ്ലോക്കും മാരകം, നൈസായിരുന്നു. പോലീസ് സ്റ്റേഷൻ സീൻ എല്ലാം നൈസായിരുന്നു. പുള്ളിയുടെ സ്വാഗം മാസും എല്ലാം പക്ക സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. നൈസായിരുന്നു. തമ്മന്റെ മ്യൂസിക് അത് കാണാൻ വേണ്ടിയിട്ടാണ് എന്റെ ഇജാതി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തമ്മന്റെ മ്യൂസിക്. ഇവിടെ കണ്ടില്ല പവൻകല്യാണിന്റെ ഫാൻ എനിക്കറിയണം. പിന്നെ പവൻകല്യാണിന്റെ പുള്ളിക്ക് പറ്റുന്ന പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയെ കുറ്റം പറയാനൊന്നുമില്ല. സുജിത്തിന്റെ ഡയറക്ഷൻ അടിപൊളി. പുള്ളി കിടം മേക്കിംഗ് ആണ് പടം. പോലീസ് സ്റ്റേഷൻ സീൻ ഒക്കെ ഉണ്ട്. പോലീസ് സ്റ്റേഷൻ സീൻ എല്ലാവരും പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. പുള്ളിയുടെ ലെവൽ അത് പുള്ളി തകർത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് തമ്മന്റെ മ്യൂസിക് ഒന്നും പറയില്ല. പവൻകല്യാണാണ് ഈ സിനിമയിലെ ഒരു ശോകം അങ്ങനെ പുള്ളിക്ക് പറ്റുന്ന പുള്ളി ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ ശോകമായിട്ട് പുള്ളിക്ക് പറ്റുന്ന പുള്ളി ചെയ്തിട്ടുണ്ട്. സിനിമോട്ടോഗ്രാഫിയും ബിജിഎമ്മും അതൊക്കെ പീക്ക് ടെക്നിക്കൽ സൈഡെല്ലാം പീക്ക് ലെവൽ സാധനങ്ങളാണ്. എനിക്ക് പിന്നെ ഇതിൽ നെഗറ്റീവ് ആയിട്ട് തോന്നി ഫസ്റ്റ് ഹാഫിൽ പ്രിയങ്ക പോകാൻ വരുമ്പോഴത്തേക്ക് പടത്തിന്റെ കൂടെ ചെറുതായിട്ട് ഡൗൺ ആണ്. പുള്ളി അവരെ കാണാൻ ബന്ധോ ഫ്ലാഷ് ബാക്ക് സീനൊക്കെ ഫ്ലാഷ് ബാക്ക് ജപ്പാനീസ് സാധനമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതിന് പുള്ളി സുജിത്ത് 4 വർഷം കഷ്ടപ്പെട്ടെടുത്ത പടമാണ്. അതിന്റെ ഇതെല്ലാം കാണാനുണ്ട്. പിന്നെ നമ്മൾ ഈ പുഷ്പ കൂലിയൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇത് തന്നെ പറ്റും. നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതായിട്ട്. അമ്മന്റെ മ്യൂസിക് ആയിരുന്നു ഇതിന്റെ ഒരു നട്ടലെന്ന് പറയാം. പിന്നെ പവൻകല്യാൺ നശിപ്പിക്കുമെന്ന് വിചാരിച്ച്, പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാതെ അങ്ങനെ ട്രോൾ ചെയ്യാനുള്ള ലെവലൊന്നും ആയില്ല. നന്നായിട്ട് തന്നെ ഓക്കെ എന്ന രീതിയിൽ പവൻകല്യാൺ നന്നായിട്ട് ചെയ്തു. പിന്നെ തമൻ നല്ല വൃത്തി ചെയ്ത് സുജിത്ത് എന്ന ഡയറക്ഷൻ അങ്ങനെ ഫാൻ ബോയ്സം പുറത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ സാഹോ സിനിമയുടെ യൂണിവേഴ്സ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ആ റെഫറൻസ് ഒക്കെ എല്ലാം പക്ക കൊള്ളാം. പിന്നെ അതായത് പോസ്റ്റ് ക്രെഡിറ്റ് സീന് വലുതായിട്ട് പ്രതീക്ഷ, പക്ഷെ അത് മാത്രം വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ബാക്കിയെല്ലാം വലിയ എക്സ്പീരിയൻസ് ആണ് വന്നത്. മെയിൻലി എനിക്ക് തമ്മന്റെ ബീജിയമാണ്. തമ്മന്റെ ബീജിയത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. പിന്നെ സുജിത്തിന്റെ ഡയറക്ഷൻ, പിന്നെ ഈ അറിയാലോ ഈ സാഹോ കണ്ട് സുജിത്തിന്റെ ഒരു നല്ല ആരാധനായതാണ്. ഒട്ടും ബോറടിപ്പിക്കാതെ ചിലയിടത്ത് നമുക്ക് ലാഗ് അടി ഫീൽ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി അങ്ങനെ. ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. അത്യാവശ്യം ഓൺ ടൈം വാച്ചബിളായിട്ട് തോന്നി. അങ്ങനെ വലിയ മോശമായിട്ടൊന്നും തോന്നിയില്ല. കാര്യം എനിക്കധികം എക്സ്പെക്ടേഷൻസ് ഇല്ല. കുറേ പടങ്ങൾ ഇപ്പോൾ എക്സ്പെക്ടേഷനിൽ കണ്ട് നിരാശ സംഭവിച്ചുകൊണ്ട് വലിയ ഒട്ടും എക്സ്പെക്ടേഷനിലാണ് വന്നത്. കാര്യം ഇതിൻ്റെ തമൻ്റെ BGM ട്രെയിലറിൽ കണ്ടിട്ട് ആ ഒരു ഇതിലാണ് വന്നത്. പക്ഷേ ആ ട്രെയിലറിൽ എന്താണ് കണ്ടത് അതിനാണ് പടം മൊത്തത്തിൽ. കാര്യം സിനിമോട്ടോഗ്രാഫി പടത്തിന്റെ പ്ലസ് പോയിന്റ് തന്നെ ഈ നമ്മുടെ സുജിത്തിന്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിംഗാണ്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സിനിമാറ്റോഗ്രാഫി കൊള്ളാം. കളർ ഗ്രേഡിംഗ് ആണ് എനിക്ക് മെയിനായിട്ട്. ആ ഒരു വേൾഡ് ബിൽഡിങ്ങും എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു ഡാർക്ക് ടോൺ, ഒരു യെല്ലോയിഷ് കളർ ടോണാണ് മൊത്തത്തിൽ പടത്തിൽ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേ എല്ലാം ആവറേജ് ആണ്. നോർമൽ ആസ് യൂഷ്വൽ തെലുങ്കിലും തമിഴിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ പടങ്ങളുടെ ഒരു സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. അത് BGM വെച്ച് അങ്ങ് നല്ലപോലെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടും അല്ലെങ്കിൽ നോർമലായിട്ട് തോന്നേണ്ടിയിരുന്ന സീൻസൊക്കെ ആ BGM കൊണ്ട് തമൻ്റെ BGM അതുകൊണ്ടാണ് എടുത്തുയർത്തിയിരിക്കുന്നത് ആ സീൻസൊക്കെ.